പിണറായിയെ വിമർശിക്കാൻ ധൈര്യമില്ല. എല്ലാ അമ്പുകളും ചെന്നെത്തുന്നത് പാർട്ടി സെക്രട്ടറിയിലേക്ക്. വെള്ളിയാഴ്ച കുരുതി. തുടക്കത്തിലെ ആവേശമായിരിക്കും, ഇനി ഉണ്ടാവില്ലെന്ന്. പക്ഷേ ശനിയാഴ്ചയും മാറ്റമില്ലാതെ തുടർന്നപ്പോഴാണ് മനസ്സിലായത്, അങ്ങാടിയിൽ തോറ്റാൽ എല്ലാം ഗോവിന്ദൻ മാഷിന്റെ നെഞ്ചത്താവും തീരുകയെന്ന്. പിണറായിയെ തൊട്ടാൽ പൊള്ളുമെന്ന് അറിയാവുന്ന സഖാക്കളെല്ലാം പാവം മാഷിന്റെ നെഞ്ചത്താണ് ഇപ്പോൾ തീർക്കുന്നത്. ജില്ലാ സമ്മേളനങ്ങളിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ശബ്ദമുയർത്തിയവർ പോലും സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിയെ വിമർശിക്കാൻ ധൈര്യം കാട്ടിയില്ല. പകരം പാർട്ടി സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയായിരുന്നു ഇന്നലെയും ഉയർന്നത്. CPI സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവർക്കുമെതിരെ വിമർശനം വരാറുണ്ടെന്നും അതാണ് രീതിയെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വെള്ളിയാഴ്ച പറഞ്ഞത്. കണ്ണൂറുകാർക്ക് പാർട്ടിയിൽ എല്ലാ സ്ഥാനങ്ങളും പതിച്ചു കൊടുക്കുന്നുവെന്ന് ചില പ്രതിനിധികൾ വെള്ളിയാഴ്ച കുറ്റപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും വിമർശനം വരുമെന്നായിരുന്നു MP ഗോവിന്ദന്റെ ന്യായീകരണം. എന്നാൽ ശനിയാഴ്ചയും വിമർശനം തുടർന്നതിനെ പാർട്ടി സെക്രട്ടറി എങ്ങനെ ന്യായീകരിക്കുമെന്ന് കണ്ടറിയണം. സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് MP ഗോവിന്ദനെതിരെ വിമർശനം ഉയർന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം മുതൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉയർന്ന എല്ലാ വിവാദങ്ങളും ചർച്ചയിൽ സൂക്ഷ്മമായി പരിശോധിച്ചു. പാർട്ടി സെക്രട്ടറിക്ക് നിലപാടുകളിൽ വ്യക്തതയില്ലെന്നും ഒരേ കാര്യത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പല അഭിപ്രായങ്ങൾ പറയുന്നത് അണികളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു വിമർശനം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ MP ഗോവിന്ദനും ജാഗ്രത കാണിക്കണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. മെറിറ്റും മൂല്യങ്ങളും ആവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറി പദവികൾ വരുമ്പോൾ കാണിക്കുന്ന കണ്ണൂർ പക്ഷപാതിത്വം വരെ പ്രതിനിധികൾ വിമർശിക്കുകയുണ്ടായി. വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയും മറുപടി നൽകിയിരുന്നു. ഒന്നും വ്യക്തിപരമായി കാണുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സംഘടനാ സംവിധാനത്തിനപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് പാർട്ടിയിലുള്ള മേൽക്കൈയാണ് പൊതുചർച്ചയിലുടനീളം പ്രതിഫലിച്ചത്. ആസൂത്രിതമെന്ന് പോലും തോന്നുന്ന വിധം ഉയർന്ന വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ മറുപടിക്കും വലിയ പ്രസക്തിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണമന്വേഷിച്ചപ്പോൾ തിരുത്താൻ ഏറെയുണ്ടെന്നായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമ്മേളന നടത്തിപ്പിൽ ഉടനീളം ചർച്ചകളുടെ ഗതി നിയന്ത്രിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനമാണ്. വിമർശനത്തിന്റെയും വിഭാഗീയതയുടെയും നിഴലെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളും മുഖ്യമന്ത്രി നേരിട്ടെത്തി മുഴുവൻ സമയവും ചെലവഴിച്ചിരുന്നു. തെറ്റിതിരുത്തൽ ഊന്നിപ്പറഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ MP ഗോവിന്ദന് നേരെയായി സർവരുടെയും അമ്പുകൾ. ഗോവിന്ദൻ മാഷും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ പിണറായി എന്ന വൻമരത്തെ പരസ്യമായി എതിർക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് പാങ്ങില്ലാത്തത് കാരണം എല്ലാം കടിച്ചമർത്തിയുള്ള പദവി കൈവിടാതെ സൂക്ഷിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള മാർഗം.